ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ 90 ഡേയ്സ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ആദ്യത്തെ വീഡിയോയുടെ ഒരു തുടർച്ച എന്നോണമാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യത്തെ വീഡിയോ നമ്മൾ സംസാരിച്ചിരുന്നത് എന്തായിരുന്നു? ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയും 90 ദിവസം കൊണ്ട് അത് അച്ചീവ് ചെയ്യുന്നതിനെ പറ്റിയാണ് സംസാരിച്ചിരുന്നത്. അത് നമ്മൾ വെറുതെ ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കില്ല. അതിന് വ്യക്തമായ ഒരു റൂട്ടീൻ നമ്മൾക്ക് ആവശ്യമാണ്. അതിന് വേണ്ട നിങ്ങൾ ഇനിയുള്ള 90 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മോർണിംഗ് റൂട്ടീനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ദിവസത്തിൽ നമ്മളുടെ ജീവിതത്തിലെ നമ്മൾ ആഗ്രഹിച്ച ആ ഗോൾ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു മിറാക്കിൾ മോർണിംഗ് റൂട്ടീനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മോർണിംഗ് റൂട്ടീൻ എന്നുദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലെ ആദ്യത്തെ മണിക്കൂറുകൾ, അതായത് നമ്മൾ ഉണർന്നതിന് ശേഷം സാധാരണയാണ് എന്ത് സംഭവിക്കുക? നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ അലാം അടിക്കുന്നു, നമ്മളത് ഓഫ് ചെയ്യുന്നു, അതിനുശേഷം പിന്നെ ഫോൺ എടുക്കുന്നു, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അങ്ങനെ നോക്കുന്നു, അല്ലെങ്കിൽ വെറുതെ കുറേ നേരം ചിന്തിച്ചിരിക്കുന്നു, വെറുതെ കോഫി കുടിച്ച് സമയം കളയുന്നു. അയ്യോ എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ, ഇനി എന്താ ഫ്യൂച്ചർ ചെയ്യുക, ഇങ്ങനെ ആലോചിച്ച് നമ്മൾ കുറേ സമയം കഴിയുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ വേഗം റെഡിയായിട്ട് ഇപ്പോൾ ഓഫീസിൽ പോകുന്നവർ അങ്ങോട്ട് പോകുന്നു, കോളേജിൽ പോകുന്നവർ അങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നവർ അങ്ങനെ വെറുതെ ഇരുന്ന് നമ്മളുടെ സമയം കളയുന്നു. അതിന് പകരം നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ കുറച്ച് സമയം നിങ്ങൾക്കായി മാത്രം നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? നിങ്ങളുടെ മൈൻഡിന്, നിങ്ങളുടെ ബോഡിക്ക്, നിങ്ങളുടെ ഗോൾസിന്, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഒരു മണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഉള്ളിൽ ഒരു മിറാക്കിൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കും. അതാണ് ഈ മോർണിംഗ് മിറാക്കിൾ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം. മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത് ഒരു മാജിക് ഫോർമുലയൊന്നുമല്ല. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജീവിതം ഓവർനൈറ്റ് മാറും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതൊരു സെൽഫ് ഡെവലപ്മെൻറ്റ് റൂട്ടീനാണ്. ഇത് ഞാനായിട്ട് ഡെവലപ്പ് ചെയ്തതോ എൻ്റേതായ ഒരു സംഭാവനയൊന്നുമല്ല. ഹൽ എൽറോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണിത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം വഴി അദ്ദേഹം പ്രചരിപ്പിച്ച ഒരു ആശയമാണിത്. ഈ ഹൽ എൽറോൾഡ് എന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹം ഒരു പോഡ്കാസ്റ്ററാണ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോച്ചാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകത്തിൻ്റെ പേരാണ് മിറാക്കിൾ മോർണിംഗ് എന്നുള്ളത്. ഓക്കെ, മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്നത് ഒരു സാധാരണ മോർണിംഗ് റൂട്ടീനായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയതല്ല. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ചുറ്റും ഒരുപാട് പല പല ബുക്കുകളിലോ അല്ലെങ്കിൽ പല ചാനലുകളിലോ പല മോർണിംഗ് റൂട്ടീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു സാധാരണ റൂട്ടീനായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയതല്ല. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താ സംഭവിച്ചതെന്നുള്ള ചെറിയൊരു വിവരണം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. അദ്ദേഹത്തിന് 20 വയസ്സുള്ള സമയത്ത് ഒരു കള്ളു കുടിച്ചിട്ട് ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാറിലിടിച്ചു. ഒരു അപകടം വഴി അദ്ദേഹത്തിൻ്റെ വളരെ ഗുരുതരമായിട്ടുള്ള ബ്രെയിൻ ഇഞ്ചുറി അദ്ദേഹത്തിനുണ്ടായി. അതിന് ശേഷം അദ്ദേഹം അപകട സ്ഥലത്ത് വെച്ച് അദ്ദേഹം 6 മിനിറ്റ് മരിച്ച നിലയിലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം കോമയിൽ നിന്ന് ഉണർന്നു. അതിനുശേഷം ഡോക്ടേഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്കിനി ഒരിക്കലും നടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഏകദേശം 3 ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും നടക്കാനായിട്ട് ആരംഭിച്ചു. പിന്നീട് അതിനുശേഷം വലിയൊരു പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വരുന്നത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഏകദേശം $52,000 ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിൻ്റെ വീട് ഫോർക്ലോഷർ എന്നുള്ള ഒരവസ്ഥയിലേക്കും പോയി. അങ്ങനെ വളരെ മോശമായൊരവസ്ഥയുണ്ടായി. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ലൈഫിൽ റൂട്ടീനിൽ ഒരു ചേഞ്ച് വേണം. അതായത് ഒരു ഡെയിലി പേഴ്സണൽ ഡെവലപ്മെൻറ്റ് റൂട്ടീൻ എൻ്റെ ലൈഫിൽ ആവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു റൂട്ടീൻ അദ്ദേഹത്തിനായിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ആ റൂട്ടീനെയാണ് സേവേഴ്സ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. ഒരു റൂട്ടീൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന പ്രകാരം അദ്ദേഹം ആ റൂട്ടീൻ ചെയ്തതിന് ശേഷം 2 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഇൻകം ഇരട്ടിയിലധികമായി വർദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിലെ വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ തനിക്കുണ്ടായ ഈ ഒരു അനുഭവം മറ്റുള്ളവർക്കും കൂടെ ലഭിക്കാനായിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയും ചെയ്തു. അങ്ങനെയാണ് ദ മിറാക്കിൾ മോർണിംഗ് എന്നുള്ള പുസ്തകം വന്നത്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം 2 മില്യണിലധികം കോപ്പികൾ വിറ്റതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു റൂട്ടീൻ കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്ത് ഉപയോഗിക്കുന്നു. സേവേഴ്സ് എന്നാണ് ഒരു റൂട്ടീൻ്റെ പേര്. ഇനി ഈ റൂട്ടീൻ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സേവേഴ്സ് എന്നാണ് ഈ ഒരു റൂട്ടീൻ്റെ പേര്. അതായത് SAVERS, സേവേഴ്സ് എന്ന് പറയുന്നത് ഒരു 6 സ്റ്റെപ്പുള്ള ഒരു റൂട്ടീൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. എസ് എന്ന് പറഞ്ഞാൽ സൈലൻസ് എന്നാണ്, എ എന്ന് പറഞ്ഞാൽ അഫർമേഷൻ, വി എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷൻ,
ഇ എന്ന് പറഞ്ഞാൽ എക്സസൈസ്, ആർ എന്ന് പറഞ്ഞാൽ റീഡിങ്, എസ് എന്ന് പറഞ്ഞാൽ സ്ക്രൈബിങ്. അങ്ങനെ ഈ ഒരു 6 റൂട്ടീനാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് 1 മണിക്കൂർ എടുത്തും നിങ്ങൾക്കിത് ചെയ്യാം, 2 മണിക്കൂർ എടുത്തും നിങ്ങൾക്കിത് ചെയ്യാം, വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിലെ രാവിലത്തെ നിങ്ങളുടെ തിരക്കുകളുടെ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഓരോ സ്റ്റെപ്പിനുമുള്ള സമയം അലോട്ട് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഓരോന്നും അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് കട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ജീവിതം തന്നതിന്, ഇന്നത്തെ ഒരു ദിവസം തന്നതിന് സർവേശ്വരനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ എല്ലാ നന്മകളെപ്പറ്റി ഒരു സെക്കൻഡ് നിങ്ങൾ എല്ലാം ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നന്ദി പറഞ്ഞതിന് ശേഷം പോയിട്ട് നിങ്ങൾ ഫ്രഷപ്പ് ആയിട്ട് വരിക. അതിനുശേഷം ഒരു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ബെഡിൽ തന്നെ വന്നിരിക്കാം, അവിടെ തന്നെ കിടക്കാം, അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു ബാൽക്കണി അല്ലെങ്കിൽ മുറ്റം, ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിശബ്ദത പ്രാക്ടീസ് ചെയ്യണം. നിശബ്ദത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് മെഡിറ്റേഷൻ, ഞാൻ ഉദ്ദേശിക്കുന്ന അവിടെ മെഡിറ്റേഷൻ ആ സമയത്ത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പലതരത്തിലുള്ള എന്താ പറയുന്നത് ഗൈഡഡ് മെഡിറ്റേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കേട്ടുകൊണ്ടിരിക്കാം. പക്ഷേ നിങ്ങളൊന്നും സംസാരിക്കരുത്, നിങ്ങൾ ആ സമയത്ത് ഫോൺ നോക്കരുത് എന്നുള്ള 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം അതോടുകൂടി നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഫ്രഷപ്പായി വന്നു കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് പോയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ മെഡിറ്റേഷനാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ എൻ്റെ റൂട്ടീൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, യൂട്യൂബ് നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ ഒരു തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ, ചാറ്റ്, റീൽസ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കാണാൻ പാടില്ല. നേരെ കണ്ണുകൾ അടച്ച് നിങ്ങളിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ ചുരുങ്ങുക. അതിനുവേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യണം? ആദ്യമായി ദീർഘമായി 3 തവണ ശ്വാസം എടുക്കണം. അതിനുശേഷം ബോക്സ് ബ്രീത്തിങ് ഒരു 4-5 തവണ ചെയ്യുക. അതോടുകൂടി ബോഡി ആൻഡ് മൈൻഡ് ഭയങ്കരമായിട്ട് കാമാകും. അതിനുശേഷം നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ആ ഒരു സമയത്ത് ജീവിതത്തിലുണ്ടായ ഏറ്റവും നല്ല നല്ല കാര്യങ്ങളെപ്പറ്റി ഓർക്കാം. അതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? സംഭവിച്ച നല്ല കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. തന്ന എല്ലാ നല്ലതിന് വേണ്ടിയിട്ടും ദൈവത്തോട് നന്ദി പറയുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക. അതിനുശേഷമുള്ള കുറച്ച് മിനിറ്റുകൾ നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന ജീവിതത്തിനെ പറ്റി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതം ഇനി എങ്ങനെയാണ് ആകേണ്ടത്, എങ്ങനെ ആയാലാണ് ഞാനിനി ലൈഫിലേക്ക് പോകുക, അത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും മൂർത്തിമത്തായ ഭാവം എങ്ങനെയായിരിക്കും ഒന്നുണ്ടാകുക എന്നുള്ളത് നിങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശാന്തമായിട്ടിരിക്കുക, ഒന്നും സംസാരിക്കാതെ. ഇനി ഒന്നുമല്ലെങ്കിലും ബ്ലാങ്കായിട്ട് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ മാത്രം ശ്രദ്ധിച്ച് നിങ്ങൾക്കിരിക്കാം. അത് നിങ്ങൾക്ക് ഭയങ്കരമായൊരു കാംനെസ് നിങ്ങൾക്ക് തരും. ഉള്ളിൽ നിങ്ങൾക്ക് ഒരു നിറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ദീർഘമായി ശ്വസിച്ചുകൊണ്ട് പതുക്കെ കണ്ണുകൾ തുറന്ന് 2 കൈകളും കൂട്ടിപ്പിരുമി നിങ്ങളുടെ കണ്ണുകളുടെ മേലെ ആ ചൂട് വെച്ച് നിങ്ങളുടെ മുഖം മുഴുവൻ നിങ്ങൾ കൈകൾ കൊണ്ട് തഴുകി, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും കൈകൾ കൊണ്ട് തഴുകി ആ ഒരു എനർജി ശരീരം മുഴുവൻ നിങ്ങൾ ഫീൽ ചെയ്യുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അനുഭവപ്പെടും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇത് ചെയ്യുക. ഇനി ഒരു 3 മാസത്തേക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. ആദ്യത്തെ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. മാക്സിമം ഒരു 10 മിനിറ്റുകളോളം നിങ്ങൾക്കിത് ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ട് എന്നത് അനുസരിച്ചിരിക്കും. ഓക്കെ, ഈവൻ 1 മിനിറ്റിലും നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാം. വളരെ തിരക്കുള്ള ഒരാളാണെങ്കിൽ രാവിലെ 1 മിനിറ്റെങ്കിലും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു 60 സെക്കൻഡ്സ് സൈലൻ്റ് ആയിട്ടിരുന്ന് നിങ്ങളുടെ എല്ലാ നന്മകളെ പറ്റി ഓർക്കുക. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് വിഷ്വലൈസ് ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. ഓക്കെ, അങ്ങനെയാണ് 1ാമത്തെ സ്റ്റെപ്പ്. 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന അഫർമേഷൻസ് ആണ്. അഫർമേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മളുടെ ലൈഫിൽ നമ്മളുടെ വാക്കുകളുടെ പവർ എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്രയ്ക്കും വലുതാണ്. അതായത് എത്രത്തോളം തീവ്രമായിട്ട് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നു, അത് നമ്മളുടെ വാക്കുകളിലൂടെ നമ്മൾ സംസാരിക്കുന്നു, അത് നമ്മളുടെ ജീവിതത്തിലേക്ക് വളരെ ശക്തിയായിട്ട് നമ്മളിലേക്ക് അട്രാക്റ്റ് ആയിക്കപ്പെടും എന്നുള്ളതാണ്. അത് നമ്മൾ നെഗറ്റീവ് പറഞ്ഞാലും അതുപോലെ തന്നെ സംഭവിക്കും. അതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള നെഗറ്റീവ് വർത്തമാനങ്ങൾ നിങ്ങൾ സംസാരിക്കരുത് എന്ന് ഞാൻ പറയുന്നത്. കാരണം ആ വാക്കുകൾക്ക് അത്രത്തോളം പവറുണ്ട്. നമ്മൾ പറയുന്ന ആ വാക്കുകളുടെ വൈബ്രേഷൻ യൂണിവേഴ്സിൽ പ്രതിഫലിച്ച് അത് നമ്മളുടെ ജീവിതത്തിൽ തന്നെ സംഭവിക്കാനായിട്ട് സാധ്യതയെന്നല്ല സംഭവിക്കുന്ന കാര്യങ്ങളാണ്.
ആണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ വാക്കുകളുടെ പവർ മനസ്സിലാക്കി നമ്മളിനി അടുത്ത് ചെയ്യുന്ന അഫർമേഷൻസ് ആണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബുക്കിൽ എഴുതി വെക്കുക. അഫർമേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കുക. ആ അഫർമേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, വായിക്കുക. അത് നേരത്തെ തന്നെ ഒരു ബുക്ക് റെഡിയാക്കി ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിനൊപ്പം ആ ബുക്ക് എടുത്തുകൊണ്ട് പോയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ അഫർമേഷൻസ് നിങ്ങൾ ഉറക്കെ പറയുക. മാക്സിമം നിങ്ങളുടെ ഒരു പ്രൈവസി എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പറ്റുവാണെങ്കിൽ ഉറക്കെ പറയുക. അല്ലെങ്കിൽ പിറുപിറുത്ത് അങ്ങനെ ചെറിയ രീതിയിൽ ചെറിയ സൗണ്ടിൽ പറയാനെങ്കിൽ അങ്ങനെയെങ്കിലും പറയുക. ഇനി ഒരു വഴിയില്ല, അത്രയ്ക്കും ഇപ്പോൾ ഇൻലോസൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ മനസ്സിൽ പറയുക. പക്ഷേ ആ പറയുന്ന ഓരോ വേർഡും നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കണം പറയേണ്ടത്. അതായത് ഐ എം കോൺഫിഡൻറ്റ്, ഐ എം ഡിസിപ്ലിൻഡ്, ഐ ക്യാൻ അച്ചീവ് മൈ ഗോൾസ്, ഐ എം റിച്ച്, ഓർ ഐ ആം സക്സസ്ഫുൾ, ഞാനൊരു സക്സസ്ഫുൾ ബിസിനസ് മാനാണ് എന്ന രീതിയിലുള്ള അഫർമേഷൻസ് എല്ലാം പോസിറ്റീവ് അഫർമേഷൻസ് ആയിരിക്കണം. ഞാനൊരു പുതിയ വീട് വെച്ചു, മലയാളത്തിലും നിങ്ങൾക്ക് പറയാം, പുതിയ വീട് വെച്ചു, ഞാനൊരു കാർ മേടിച്ചു, എനിക്ക് ഇന്ന ജോലി കിട്ടി. നിങ്ങളുടെ ആ ഒരു ഗോൾ, ഒരുപാട് ഗോളുകൾ പറയണ്ട, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഗോളിനെ സംബന്ധിച്ചിട്ടുള്ള അഫർമേഷൻസ് ആണ് നിങ്ങളിപ്പോൾ സംസാരിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് പണമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഏത് രീതിയിലാണ് ആ പണം വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇതിനകം തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വഴിയെപ്പറ്റി പറയും. ഇപ്പം എൻ്റെ ബിസിനസ് ഏറ്റവും സക്സസ്ഫുള്ളായി, എൻ്റെ ബിസിനസ് വഴി എനിക്ക് 10 lakh ടേൺ ഓവർ ഈ ഒരു മന്ത് ഉണ്ടായി, അതിനുശേഷം എനിക്ക് അങ്ങനെ ആ രീതിയിൽ വേണം നിങ്ങൾ അഫർമേഷൻസ് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ദിവസം ബില്യനെയർ ആകും എന്ന് വെറുതെ റിപ്പീറ്റ് ചെയ്യുന്നതല്ല അഫർമേഷൻ. നമ്മൾ ആരാകാൻ ആഗ്രഹിക്കുന്നു, അതിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറാണ്, അതാണ് അഫർമേഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഞാൻ ഡിസിപ്ലിനുള്ള വ്യക്തിയാണ്, എനിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ കൺസിസ്റ്റൻസി കാണിക്കും, എൻ്റെ ഗോൾസ് നേടാൻ വേണ്ടി ഞാൻ ദിവസവും ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ എൻ്റെ സമയത്തെ വാല്യൂ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വേണം നിങ്ങൾ അതിനകത്ത് പറയാൻ. കാരണം നമ്മൾ ഈ പറയുന്ന അഫർമേഷൻസ് എല്ലാം എന്താണ്, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോടുള്ള ഒരു ഡയറക്ഷനാണ്, സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയുന്ന ഓർഡേഴ്സാണ്. ഞാനങ്ങനെ ഓരോന്ന് പറയും, ഞാൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളാണ് എന്ന് ഞാൻ പറയുന്ന സമയത്ത്, പറയുകയും അത് ഫീൽ ചെയ്യുകയും ഞാൻ സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിന് കിട്ടുന്ന ഓർഡർ, ഓക്കെ ഞാൻ ഭയങ്കര ഡിസിപ്ലിനുള്ള ആളാണ്, സോ ഇനി മുതൽ ഞാൻ ഡിസിപ്ലിനായിട്ട് വേണം ബിഹേവ് ചെയ്യാൻ. സോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. അങ്ങനെ ആ രീതിയിൽ വേണം നിങ്ങൾ അഫർമേഷൻസ് പറയാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് എന്താണ് ഇത്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ പറയണം. അതായത് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊക്കെ നടക്കുമോ എന്നൊരു ചിന്ത മനസ്സിൽ തോന്നാൻ പാടില്ല. കാരണം അത് സബ് കോൺഷ്യസ് മൈൻഡ് കേൾക്കും. സോ ഇത് ഓൾറെഡി തന്നെ സംഭവിച്ചു കഴിഞ്ഞു, ഇത് ഓൾറെഡി തന്നെ നടന്നു എന്ന രീതിയിൽ വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട്. ഈ അഫർമേഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ 1 മിനിറ്റിലോ 2 മിനിറ്റിലോ 5 മിനിറ്റിലോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. മാക്സിമം ഒരു 10 മിനിറ്റ് അത്ര നേരം മാത്രം നിങ്ങൾ ഇതിനെ സ്പെൻഡ് ചെയ്താൽ മതിയായിരിക്കും. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, അടുത്തത് എന്താണ്, സേവേഴ്സിൻ്റെ SA കഴിഞ്ഞു, ഇനി V ആണ്. സേവേഴ്സിൻ്റെ V എന്താ പറയുന്നത്, വിഷ്വലൈസേഷനാണ് മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കാണും, പല തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്. പക്ഷേ ഞാൻ പറയുന്നു, എൻ്റെ അനുഭവത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇങ്ങനെ പലതരത്തിലുള്ള ഒരു ടെക്നിക്സും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ചിന്തകളുടെ പവറാണ് മാനിഫെസ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് പല രീതിയിലുള്ള മെത്തേഡ്സ് ഓരോരുത്തർ കൊണ്ടുവരുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ എഫേർട്ട്ലെസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വിഷ്വലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പതുക്കെ കണ്ണുകൾ നിങ്ങൾ അടച്ചതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ടല്ലോ, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വീട്, അല്ല ആഗ്രഹിച്ച ആ ഒരു ജോലി, അല്ല ആഗ്രഹിച്ച ആ ഒരു പാർട്ട്ണർ, അല്ല ആഗ്രഹിച്ച ആ ഒരു ജീവിതം, ആ ഒരു പണം, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും, എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നുള്ളത് ആ ഒരു പിക്ചർ പോലെ നിങ്ങൾ ഇങ്ങനെ കൺമുന്നിൽ കാണുക. ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പുറത്തു നിന്ന് കാണുക. അതാണ് വിഷ്വലൈസേഷൻ. ആ ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ ജോലിയുടെ എക്സാം നിങ്ങൾ എഴുതുന്നതും അതിൽ നല്ല മാർക്ക് വാങ്ങി പാസ്സാകുന്നതും അതിനുശേഷം അതിൻ്റെ റിസൾട്ട് വരുന്നതും ആ റിസൾട്ട് നിങ്ങൾ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതും സന്തോഷിക്കുന്നതും എല്ലാവർക്കും സ്വീറ്റ്സ് വാങ്ങി കൊടുക്കുന്നതും അതിനുശേഷം ഫസ്റ്റ് ഡേ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടെ ആ ഒരു ഓഫർ ലെറ്ററുമായിട്ട് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുന്നതും നിങ്ങളുടെ ആ സീറ്റിലിരുന്ന് ജോലി ചെയ്യുന്നതും, ഇങ്ങനെ വേണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിസിനസ് സക്സസ്ഫുൾ ആവുന്നതും ഇതേപോലെ തന്നെ ഓരോന്ന് പുതിയ കസ്റ്റമേഴ്സ് വരുന്നു, പല രീതിയിലേക്കും അത് വ്യാപിക്കുന്നു, നിങ്ങൾ ഇത്ര ടേൺ ഓവേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ഗോൾ, ആ
ഒരു ഗോൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കണം, നിങ്ങളുടെ അടുത്ത് വരുന്നു, വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു, നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു, നീയാണ് എൻ്റെ എല്ലാം എന്ന് പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം നിങ്ങളെ കൊണ്ട് നടക്കുന്നു, ഒരു കൈവിള്ളയിൽ വെച്ച് കൊണ്ട് നടക്കുന്നു, നിങ്ങളെ മുന്നോട്ട് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നു, നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള മനോഹരമായ നിമിഷങ്ങൾ. അങ്ങനെ വേണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഹെൽത്ത് ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിയതായിട്ടും ആ അസുഖം പതുക്കെ മാറി നിങ്ങളുടെ ഒരു ജീവിതത്തിലേക്ക് വന്നു, നിങ്ങളുടെ ഒരു നോർമൽ ലൈഫിലേക്ക് വന്നു, നിങ്ങളുടെ ശരീരം ഹീലായതും അതിൻ്റെ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നത് ആ രീതിയിൽ കാണാം. വെയിറ്റ് ലോസ് ആണെങ്കിലും അങ്ങനെ പതുക്കെ നിങ്ങളുടെ വണ്ണം കുറയുന്നതായിട്ടും നിങ്ങൾ ഓരോ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങളുടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡ്രസ്സ് ലൂസായതും അതുപോലെ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇത്ര വെയിറ്റ് ആയതും അങ്ങനെ വേണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്താണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ടൊരു ഇപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തപ്പോഴും നിങ്ങൾക്ക് ഒരു വേഗമായിട്ട് കുറേ ഗോൾസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെല്ലാം മാറ്റിയിട്ട് ഇന്ന് തന്നെ കറക്റ്റായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്കത് നടപ്പിൽ വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി വിഷ്വലൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനമുള്ള റിസൾട്ട് മാത്രമല്ല നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോസസ്സ് കൂടെ വിഷ്വലൈസ് ചെയ്യണം. അതായത് എനിക്ക് ഒരു 10 കോടി രൂപ എൻ്റെ അക്കൗണ്ടിൽ വേണം എന്ന് പറഞ്ഞാൽ 10 കോടി രൂപ വെറുതെ വരുന്നതല്ല, അത് ഏത് രീതിയിൽ വരുന്നു, ഓരോന്നോരോന്നായി വന്ന് കൂടി അവസാനം അത് 10 കോടി എത്തുന്നു. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 100 കിലോ വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റ് നിങ്ങൾ ആദ്യം കുറഞ്ഞ് 90 കിലോ ആയി, നിങ്ങൾ ജിമ്മിൽ പോകുന്നത്, നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നത്, അങ്ങനെ പതുക്കെ കുറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ കുറച്ച് അങ്ങനെ നിങ്ങളത് 60 കിലോ 70 കിലോ അങ്ങനെ നിങ്ങൾ കുറയ്ക്കുന്ന ആ രീതിയിൽ ആ പ്രോസസ്സ് മുഴുവൻ എന്ത് ചെയ്യണം, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ടാസ്ക് ഉള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. എന്താണ് അടുത്തതെന്ന് പറയുന്നത് ആണ്, അതായത് എക്സസൈസാണ്. എക്സസൈസ് എല്ലാവർക്കും മടിയാണ് ചെയ്യാനായിട്ട്, ഇൻക്ലൂഡിങ് മീ. പക്ഷേ നമുക്കത് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കില്ല. അത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഭയങ്കരമായ പോസിറ്റിവിറ്റി കൊണ്ട് നമുക്കത് നിറയ്ക്കും എന്നുള്ളതാണ്. ആ നേരത്തെ നമ്മളുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അത്രയും നേരം ഇങ്ങനെ ഒരു സെഡൻറ്ററി ആയിട്ടിരുന്ന നമ്മളുടെ ഒരു ബോഡി വീണ്ടും ആക്റ്റീവ് എന്ന രീതിയിലേക്ക് വരും. അപ്പോൾ അത്രയും നേരം നമ്മൾ വിഷ്വലൈസ് ചെയ്ത കാര്യത്തിന് ശേഷം വീണ്ടും ബോഡി എന്ത് ചെയ്യുന്നു, ബോഡിയിലെ എല്ലാ ഹോർമോൺസും എല്ലാ ഓരോരോ അവയവങ്ങളും ഓരോ നാഡിഞരമ്പുകളും എല്ലാം വർക്ക് ചെയ്യുന്നൊരു സമയമാണ്. ഭയങ്കരമായ ബ്ലഡ് ഫ്ലോ ഉണ്ടാകും, വിയർക്കും. അതെല്ലാം തന്നെ നമ്മളുടെ ഈ ഒരു എന്താ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷന് നമ്മളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷന് ഭയങ്കരമായിട്ടും ഹെൽപ്ഫുൾ ആകും എന്നുള്ളതാണ്. സോ എക്സസൈസ് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല. അത് മേ ബി നിങ്ങൾക്കൊരു സ്ട്രെച്ചാകും, ചെറിയൊരു സ്ട്രെച്ചിങ് എക്സസൈസ് എന്തെങ്കിലും ചെയ്യാം, യോഗ ചെയ്യാം, നടക്കാൻ പോവാം, അല്ലെങ്കിൽ പാട്ടിട്ടിട്ട് നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാം. എന്ത് തന്നെയാണെങ്കിലും വിയർക്കുന്ന രീതിയിലുള്ള ഒരു ബോഡി എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം. ഒരേ എണ്ണം തന്നെ ചെയ്യണമെന്നില്ല. ഇന്ന് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് നടക്കാൻ പോവാം, അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുംബ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ജിമ്മിൽ പോവാം, അല്ലെങ്കിൽ സ്വിമ്മിങ് പോവാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പക്ഷേ ബോഡി മൂവ്മെൻറ്റ് ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. അത് നിങ്ങൾക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ അരമണിക്കൂറോ നിങ്ങളുടെ ഒരു ആവശ്യം പോലെ നിങ്ങൾക്കത് ഡിസൈഡ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. 1 അവറൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് സമയം കൊടുക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ 5-10 മിനിറ്റ് ചെയ്തെങ്കിലും ഇതിന് നിങ്ങൾ 1 അവർ നിങ്ങൾ സമയം കൊടുക്കുക. ഇപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ല ഹെൽത്തൊക്കെയാണ് ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഗോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഒരു 1 അവറെങ്കിലും 1.5 hours അതിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ 90 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ മറ്റുള്ളവർ അതിന് വേണ്ടിയിട്ട് 90 അവരുടെ ബിസിനസ് ബെറ്റർ ആക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നതിന് ഒപ്പം അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 90 മിനിറ്റ് നിങ്ങളുടെ എക്സസൈസിന് വേണ്ടി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. ഏത് വെയിറ്റ് ലോസ് ആണ് നിങ്ങളുടെ ഗോൾ എന്ന് ഉണ്ടെങ്കിൽ. അതായത് നമ്മളുടെ ബോഡി ഉണർന്നു കഴിഞ്ഞാൽ മാത്രമേ മൈൻഡും ഉണരുകയുള്ളൂ. സോ എത്രത്തോളം നമ്മളുടെ ബോഡി നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ചെയ്യുന്നോ അതനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ശരീരത്തിൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഇതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസിയാണ്. ഇന്ന് ചെയ്തിട്ട് നാളെ ചെയ്യാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ 90 ദിവസം ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ജീവിതത്തിലെ ഈ 6 കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക. അത് അനുസരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അടുത്തത് എന്താണ്, നമ്മളുടെ കഴിഞ്ഞു. അടുത്ത ലെറ്റർ എന്താണ്, R ആണ്.
6 പറഞ്ഞു കഴിഞ്ഞാൽ റീഡിംഗ് ആണ്. ദിവസം 10 മിനിറ്റ് നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് അത് എന്ത് ബുക്ക് എന്ന് പറഞ്ഞാൽ നോവലൊന്നും വായിക്കാനല്ല പറയുന്നത്. നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട്, ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തറിവാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയ, സ്ട്രാറ്റജി, മാർക്കറ്റിംഗ്, ഓരോ സ്ട്രാറ്റജീസ് കാര്യങ്ങളുള്ള അത്തരത്തിലുള്ള ബുക്കുകൾ, ഏതൊരു ബുക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ഒരു ബുക്കിൻ്റെ 1-2 പേജ്, 10 പേജ് എത്രയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് അത്രയും നിങ്ങൾ വായിക്കുക. ഓരോ ദിവസത്തെ നമ്മളുടെ തിരക്കുകളനുസരിച്ച് ചിലപ്പോൾ ഒരു പേജ് വായിക്കാൻ കഴിയുന്നുള്ളെങ്കിലും ദാറ്റ്സ് ഓക്കെ, പക്ഷേ അത് നിങ്ങൾ മിസ് ചെയ്യരുത് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ദിവസവും സോഷ്യൽ മീഡിയയിൽ എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, എത്ര നേരം റീൽസ് നോക്കി കളയുന്നുണ്ട്. പക്ഷേ ഒരു 10 മിനിറ്റ് പോലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ബുക്ക് വായിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടില്ല. നമ്മൾ അറിയോ ടൈമില്ല. പക്ഷേ നമുക്ക് റീൽസ് നോക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഇഷ്ടംപോലെ സമയമുണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിനായിട്ട് വായിക്കാൻ വേണ്ടിയിട്ടൊരു ബുക്ക് സെലക്ട് ചെയ്ത് അതിനുശേഷം ആ ബുക്കിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് എന്തെങ്കിലും ആവശ്യം, ഇപ്പം നിങ്ങൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കോ അത് റിലേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ബുക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു ഗോളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ബുക്ക്. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോബാണ് ആവശ്യം, നിങ്ങൾ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ എക്സാമിനെ ഈസി ആയിട്ട് കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്ന തരത്തിലുള്ള, നിങ്ങളുടെ മൈൻഡിൻ്റെ പവർ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ എക്സസൈസൊക്കെയുള്ള പലതരം ബുക്കുകൾ അവൈലബിൾ ഉണ്ട്. അത്തരത്തിലുള്ള ബുക്കുകൾ ഉപയോഗിക്കുക. ഇപ്പോൾ നിങ്ങളുടെ വെയിറ്റ് ലോസ് ആണെങ്കിൽ വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ, നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആക്കാനുള്ള ബുക്കുകൾ, അങ്ങനെ നിങ്ങളുടെ ആ ഗോളിന് അലൈൻ ചെയ്തിരിക്കുന്ന ഒരു ബുക്കിൻ്റെ ഒരു പേജെങ്കിലും, ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 10 പേജസാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെയ്യണമെന്ന്. പക്ഷേ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പേജെങ്കിലും നിങ്ങളത് വായിക്കുക. ഇങ്ങനെ വായിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഇത് വായിക്കുമ്പോൾ നമ്മളുടെ ഗോളിൽ നിന്നും വ്യതിചലിച്ച് പോകാതെ നമ്മളതിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കും. കാരണം നമ്മളുടെ ആ ഗോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് വായിക്കുന്നത്. സോ വായിക്കുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുകയും നമ്മൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തടുത്ത് വരികയും ചെയ്യും. പിന്നെ പല ആൾക്കാരുടെയും പല ബുക്കുകൾ വായിക്കും, പല ആൾക്കാരുടെയും ഒരു വ്യൂ പോയിന്റ്, അവരുടെ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള അവരുടെ ഒരു ഐഡിയ, ഇതെല്ലാം തന്നെ നമ്മളുടെ മനസ്സിലും കിട്ടും. അങ്ങനെ നമ്മൾക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് സ്ക്രൈബിംഗ് ആണ്. അതായത് ഒന്നുമില്ല, നമ്മൾ എഴുതാറുണ്ടല്ലോ, നമ്മൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യുമല്ലോ, അത് തന്നെയാണ് സ്ക്രൈബിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ഒരു ദിവസം, ഇതിനെയെല്ലാം നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്താ പറയുക, ജേർണലിംഗ് എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു, അതിനുശേഷം നമ്മൾ വിഷ്വലൈസ് ചെയ്തു, അതിനുശേഷം നമ്മൾ അഫർമേഷൻസ് പറഞ്ഞു, അതിനുശേഷം നമ്മൾ എക്സസൈസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യണം. അതായത് നമ്മൾ ഈ ഒരു വേർപ്പൊക്കെ ഒന്ന് ആറിന് ശേഷമല്ലേ നമുക്ക് കുളിക്കാനോ മറ്റു കാര്യങ്ങളോ പോകാൻ പറ്റുള്ളൂ. ആ ഒരു നേരത്ത് നിങ്ങൾ സമാധാനമായ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ജേർണൽ എടുത്തിട്ട് നിങ്ങൾ ആദ്യം എഴുതേണ്ട എന്തൊക്കെയാണ്, നിങ്ങളുടെ അന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നതിന് ടു ഡു ലിസ്റ്റ്, അതാണ് നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, ഇനി ഞാൻ കുളിക്കാൻ പോകുന്നു, അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കും, അതിനുശേഷം ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഇന്ന കാര്യം ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അല്ലെ എക്സാമിനുള്ള ഇന്ന ചാപ്റ്റർ പഠിക്കും. അങ്ങനെ അന്നത്തെ ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യും. അതാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷം അവസാനം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഗോൾ അച്ചീവ് ചെയ്തതായിട്ട് നിങ്ങൾ അവിടെ എഴുതി വെക്കുക. അതെനിക്കിങ്ങനെ ജോലി കിട്ടി, ഞാൻ ഇപ്പോൾ ഇവിടെ ഇന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ജേർണലിംഗ് എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വളരെ ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, അതുപോലെ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചാണ് സംഭവിച്ചത് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതണമെന്നില്ല. ഒരു അന്നത്തെ ഒരു നമ്മൾ ലിസ്റ്റ് എഴുതിയതിന് ശേഷം നിങ്ങളൊരു 3, 4, 5 സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതിയായിരിക്കും. നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഗോൾ അച്ചീവ് ചെയ്തതിനെ പറ്റിയിട്ട്. അപ്പം ഇത്രയുമാണ് നമ്മളുടെ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മുന്നേ തന്നെ നിങ്ങൾക്കൊരു ടൈം ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മോർണിംഗ് റൂട്ടീൻ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം.
ഇവിടെ നിങ്ങൾക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് എനിക്കൊരു ദിവസം 1 മണിക്കൂർ ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് റൂട്ടീൻ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത്. എന്നാൽ അത് തികച്ചും തെറ്റാണ്. നിങ്ങൾക്ക് ആസ് എ ബിഗിനർ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓരോന്നിനും 1 മിനിറ്റ് എങ്കിലും 1 മിനിറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ റൂട്ടീൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആദ്യം നിങ്ങൾ സൈലൻസ് ഒരു മിനിറ്റ്, അതിനുശേഷം അഫർമേഷൻ 1 മിനിറ്റ്, വിഷ്വലൈസേഷൻ 1 മിനിറ്റ്, എക്സസൈസ് 1 മിനിറ്റ്, ലൈക്ക് എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും, റീഡിങ് 1 മിനിറ്റ്, സ്ക്രിബിങ് 1 മിനിറ്റ്, അങ്ങനെ നിങ്ങൾക്ക് വെറും 6 മിനിറ്റ് കൊണ്ട് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടീനാണിത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് എനിക്ക് സമയമില്ല, എന്നെ കൊണ്ട് പറ്റിയില്ല എന്നുള്ള ഒരു എക്സ്ക്യൂസസും എനിക്ക് കേൾക്കണ്ട. കാരണം വെറും 6 മിനിറ്റും നിങ്ങൾക്ക് ലൈഫിൽ മാറ്റിവെക്കാൻ സാധിക്കില്ല എന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ 6 മിനിറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ മോർണിംഗ് റൂട്ടീൻ നിങ്ങളെല്ലാവരും തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതായത് ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഫോളോ ചെയ്യുക. എനിക്ക് റൂട്ടീൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു എക്സ്ക്യൂസസ് ദയവ് ചെയ്ത് നിങ്ങൾ പറയാതിരിക്കുക. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, ഒരു ദിവസം ഇത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാം പോയി എന്നുള്ള ഒരു തോന്നൽ, അത് വെറും തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്കത് സംഭവിച്ചില്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ. ഏതിലൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു റൂട്ടീൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വീണ്ടും അത് തുടങ്ങുക, അത്രയേ ഉള്ളൂ. അവിടെ വെച്ച് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അയ്യോ എല്ലാം പോയി, ഇനിയിപ്പോൾ 1 മുതൽ അങ്ങനെയൊന്നുമില്ല. എവിടെ വെച്ചാണോ സ്റ്റോപ്പ് ആകുന്നത് വീണ്ടും അവിടെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് ഇത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. നിങ്ങൾ ചെയ്യണം എന്നുള്ള എൻ്റെ ആഗ്രഹം. പക്ഷേ അത് തന്നെ ചെയ്യണമെന്നില്ല. കാരണം ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു ജീവിത സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ വെറും 4-5 മണിക്കൂർ നിങ്ങൾ കിടന്നുറങ്ങിയിട്ട് 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഈ റൂട്ടീൻ ചെയ്തെന്ന് വിചാരിച്ചാൽ അതിൽ കാര്യമില്ല. കാരണം എന്താണ്, ഉറക്കം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്റ്റ് ശരീരത്തിന് ഏറ്റവും ആവശ്യമാണ്. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ റെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്ത നിങ്ങളുടെ റൂട്ടീന് എന്ത് കാര്യങ്ങളും അതിന് ഫസ്റ്റ് ഉറക്കത്തിന് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ പോകുക. സമാധാനമായിട്ട് ഉറങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കത് 6 മണിക്കോ 7 മണിക്കോ 8 മണിക്കോ എപ്പോഴാണ് നിങ്ങൾക്ക് ഓക്കെ, അപ്പോൾ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുക, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ചെയ്യുക എന്നുള്ളത്, കാരണം ഇത് നിങ്ങളോട് തന്നെ നിങ്ങൾ കൊടുക്കേണ്ട ഒരു വാക്കാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന വെറും ചിലപ്പോൾ അന്നത്തെ ജീവിതത്തിൽ അന്നത്തെ ആ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന വെറും ഒരു 6 മിനിറ്റോ 10 മിനിറ്റോ ആയിരിക്കും ഇത്. ആ ഒരു സമയം നിങ്ങൾക്കായിട്ട് കൊടുക്കുക. ഇപ്പോൾ സമയമുള്ള ആൾക്കാർ ഒരു മണിക്കൂർ എടുത്ത് റൂട്ടീൻ ചെയ്യുകയാണെങ്കിൽ നല്ലത്. സമയമില്ലാത്ത ആൾക്കാർ 10 മിനിറ്റ് കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ ഇത് കംപ്ലീറ്റ് ചെയ്ത് ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ എന്ന് വെച്ച് നിങ്ങളുടെ ആ ഒരു എനർജി കുറഞ്ഞു പോകുമെന്നോ അല്ലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കില്ല എന്നുള്ളതോ അല്ല. എന്നും ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഷെഡ്യൂൾ, നിങ്ങളുടെ എനർജി എല്ലാം വ്യത്യാസമാണ്. കാരണം എൻ്റെ പോലെ ആയിരിക്കില്ല നിങ്ങളുടേത്. സോ നിങ്ങളുടെ ഒരു ജീവിത സാഹചര്യം അനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങളിതിനെ ഷേപ്പ് ചെയ്തെടുക്കുക. പക്ഷേ ഇതിനുള്ള ഒരു ബ്ലൂ പ്രിൻറ്റ് ഇതിൽ വെച്ച് വേണം നിങ്ങളിത് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ എഴുന്നേറ്റ് തന്നെ നിങ്ങൾ ഫോൺ എടുക്കുക എന്ന് എന്ത് സംഭവിക്കും, നോട്ടിഫിക്കേഷൻ എക്സ്പ്ലോഷനാണ് സംഭവിക്കുന്നത്. രാവിലെ കണ്ണ് തുറന്ന ഉടനെ തന്നെ ഫോൺ നോക്കുന്നത് നിങ്ങളുടെ അറ്റൻഷൻ മറ്റൊരാളുടെ കൈകളിൽ കൊടുക്കുന്നത് പോലെയാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് റീൽസ് യൂട്യൂബൊക്കെ കാണുമ്പോഴേക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത്, മറ്റൊരാൾക്ക് അയാളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ടൂളായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പകരം ആ സമയം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഈ ആൾക്കാർ നിങ്ങളെ കാണാനായിട്ട് എഴുന്നേൽക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ആൾക്കാർ റെഡിയാവും. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണോ, മറ്റൊരാളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിനിയോഗിക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനത്തേക്ക് വരികയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ശരിക്കും മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതാണോ? അല്ല. 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുന്നതാണോ? അല്ല. ഒരു പെർഫെക്റ്റ് മോർണിംഗ് ഉണ്ടാക്കുന്നതാണോ? അല്ല. പിന്നെ എന്താണ് ഇതിൻ്റെ ശരിക്കുമുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ, ജീവിതത്തിലെ ആദ്യത്തെ കുറച്ച് സമയം ലോകം നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുന്നതിന് മുന്നേ നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാൻ വേണ്ടി നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യമാണ്, എനിക്ക് സമയമില്ല. പക്ഷേ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കുറച്ച് സമയം നമ്മൾക്കായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഗോളിന്, മൈൻഡിന്, ബോഡിക്ക്, ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് റീബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എല്ലാവർക്കും ഉള്ളത് ഒരേ സമയമാണ്. അപ്പോൾ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എനിക്ക് മാത്രം എന്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും
കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കാരണം നമ്മൾ തമ്മിലുള്ള റൂട്ടീൻ്റെ വ്യത്യാസമാണ്. എനിക്കും ഈ ലോകത്തുള്ള അത്രയും അറിവുകൾ തന്നെയാണ് നിങ്ങൾക്കുമുള്ളത്, എനിക്കുള്ള അത്ര അറിവുകൾ തന്നെയാണ് നിങ്ങൾക്കുമുള്ളത്. എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വിഷ്വലൈസ് ചെയ്യാനും അതെല്ലാം എനിക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ സമയം ഇതിനെല്ലാം വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 30 ഡേയ്സ്, ഒരു 90 ഡേയ്സ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാവില്ല, ഒരു ആഴ്ചയിലും വലിയ മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ദിവസങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ചില ആൾക്കാർക്ക് ചില ദിവസങ്ങളോ മാസങ്ങളോ കൊണ്ടായിരിക്കും. പക്ഷേ ചെറിയ ഹാബിറ്റ്സിന് വലിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ അടുത്തൊരു കാര്യം, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ എക്സ്പീരിയൻസസ് അതിൽ ഷെയർ ചെയ്യുക. അതിങ്ങനെ ഡെഡായിട്ട് ഇടരുത്. നിങ്ങളെല്ലാവരും തന്നെ ഒരു ഫാമിലി എന്ന രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു ലൈഫ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നാളെയാണ് ചലഞ്ച് ആക്ച്വലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ ചിങ്ങം 1 അത് ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കമാണ്, മലയാള മാസത്തിലെ പുതിയ വർഷത്തിൻ്റെ തുടക്കമാണ്. സോ നാളെ തന്നെ നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാണ് കാണുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഓക്കെ. എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നാണ് നമ്മളുടെ ന്യൂ ഇയർ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അതിന് നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുക. ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വ്യക്തമായിട്ടുള്ള ഒരു ഗോൾ നിങ്ങൾക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഈവനിങ് റൊട്ടീൻ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.